നിർണായകമായ വഖഫ് ഭേദഗതി നിയമത്തിൽ ചില ഇടക്കാല സ്റ്റേ എന്ന് പറയാവുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം 5 വർഷം ഇസ്ലാം മത വിശ്വാസിയായി പ്രവർത്തിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നതടക്കമുള്ള ചില ഭേദഗതികളിലാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. ഒരുപോലെ കേന്ദ്രത്തിനും ആശ്വാസമാണ്, ഒപ്പം ഈ പറയുന്ന കേസ് കൊടുത്തവർക്കും ആശ്വാസമാണ്. അങ്ങനെ കരുതാമോ ഇതിനെ? ഈ പ്രധാനപ്പെട്ട ഒരു ഒന്നാമത്തെ കാര്യം, ഈ 5 മാസത്തിന് ശേഷം ഈ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഓർമ്മയുണ്ടല്ലോ, ഏപ്രിൽ 6-ാം തീയതിയോ മറ്റോ ഇത് കോടതിയിൽ, അതായത് ഏപ്രിൽ 3-ാം തീയതി ഈ നിയമം, വഖഫ് ഭേദഗതി നിയമം ലോക്സഭ പാസ്സാക്കി, 4-ാം തീയതി രാജ്യസഭ പാസ്സാക്കി, 5-ാം തീയതി പ്രസിഡന്റ് ഒപ്പുവെച്ചു, 6-ാം തീയതി തന്നെ സുപ്രീം കോടതിയിൽ ഒരു കൂട്ടം പരാതികൾ വന്നു. കോൺഗ്രസ് പാർട്ടി, OIC, ഒരുപാട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ഒരുപാട് മതസംഘടനകൾ, വഖഫ് ബോർഡുകളൊക്കെ കേസുമായിട്ട് വന്നു. അപ്പോൾ 5 മാസം കഴിഞ്ഞിട്ടാണ്, അന്നത്തെ ചീഫ് ജസ്റ്റിസ് അല്ല ഇപ്പോൾ ഈ താൽക്കാലികമായി ആ ബില്ലുകൾ, ഈ ഹർജികൾ പരിശോധിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗവായിയും മറ്റൊരു ജസ്റ്റിസ് മസീഹും, ഈ 2 പേര് ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ആണ് താൽക്കാലികമായൊരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പ്രാഥമികമായ നിരീക്ഷണങ്ങളാണ്, അന്തിമമായി ഇനിയും പരാതിക്കാർക്ക് വരാം, ഞങ്ങൾ ഈ പറയുന്ന നിരീക്ഷണങ്ങൾക്ക് പോലും എതിരായിട്ടുള്ള വാദങ്ങൾ വരാം, എങ്കിലും അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി ഞങ്ങൾ ഈ വകുപ്പിലെ, ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് ഈ രാജ്യത്തിന് കിട്ടിയിരിക്കുന്ന, ഞങ്ങളുടെ പരിഗണനയിൽ വന്നിരിക്കുന്ന ബില്ലിലെ പ്രധാനപ്പെട്ട 4 വ്യവസ്ഥകൾ തൽക്കാലം ഞങ്ങൾ റദ്ദാക്കുകയാണെന്ന് പറയാം. റദ്ദാക്കുക വെച്ചാൽ സ്റ്റേ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഈ നിയമത്തിൽ, അതെന്തിനാണ് അന്ന് തന്നെ വിവാദ വിഷയമാണത്. സത്യത്തിൽ ചിലതൊക്കെ ചർച്ചയിലൂടെ മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. ദുരൂഹവുമാണ്. ഇപ്പോൾ ഒരാൾക്ക് വഖഫ് ചെയ്യാനുള്ള അവകാശത്തിന് വെക്കുന്ന ഒരു കണ്ടീഷനാണ്, ഞാൻ ഇന്നലെ ഇസ്ലാമായി, നാളെ എൻ്റെ സ്വത്ത് ഞാൻ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. മുസ്ലിമായ ഒരാളുടെ സ്വത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള അവകാശമാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന് 5 കൊല്ലമെങ്കിലും, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത ഒരാൾ 5 കൊല്ലമെങ്കിലും വിശ്വാസിയായി ജീവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാൾക്ക് വഖഫ് ചെയ്യാൻ അവകാശമുള്ളൂ എന്നുള്ളത് എനിക്ക് അന്നേ തോന്നി, നമുക്കൊക്കെ തോന്നിയൊരു കാര്യമാണ്. ആവശ്യമില്ലാത്തൊരു വ്യവസ്ഥയാണത്. അതുകൊണ്ട് എന്താണ് രാജ്യത്തിന് ഗുണം? ഒരാൾ വഖഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്ക് എപ്പോഴും വഖഫ് ചെയ്യാലോ. ഒരു ഇസ്ലാമികമായ വിശ്വാസമുള്ള ഒരാൾക്ക് വഖഫ് ചെയ്യാൻ 5 കൊല്ലത്തെ സർവീസ് വേണം, 5 കൊല്ലത്തെ സീനിയോറിറ്റി ഉണ്ടെങ്കിലേ പാടുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അത് സംശയാസ്പദമാണെന്ന് അന്നേ നമുക്ക് തോന്നിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിനും ഇപ്പോൾ അതിന് വലിയ ഒബ്ജക്ഷനൊന്നും ഉണ്ടാവില്ല. ആ ക്ലോസ് ആവശ്യമില്ലാതെ ഏതോ പ്രാദേശികമായ എന്തെങ്കിലും കാരണങ്ങളാൽ അതിൽ വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. 2, ഒരു വഖഫ് സ്വത്ത് 4 കാര്യങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ ബില്ലാണ്, 5 കൊല്ലത്തെ സർവീസ് വേണം, ഇസ്ലാമായി ഒരു പ്രാക്ടീസിങ് മുസൽമാനായിട്ട് 5 കൊല്ലം പൂർത്തിയാക്കിയ ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതാണ് ഒന്ന് സ്റ്റേ ചെയ്ത്. രണ്ടാമത്തേത്, ഒരു വഖഫ് സ്വത്തിനെ കുറിച്ച് പരാതി വന്നു. അതാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ പ്രശ്നം. പരാതികൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പരാതി വന്നാൽ അറിയാലോ, ഇത് സിവിൽ ഇഷ്യൂ ആണ്, ഡിസ്പ്യൂട്ടാണ്. വഖഫ് സ്വത്താണെന്ന് പരാതി വന്ന, അപ്പോൾ ഒരാൾ ഒരു സ്വത്ത് വഖഫ് സ്വത്താണെന്ന് പരാതിപ്പെട്ടു. ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച്? ഇപ്പോൾ ക്ഷേത്രഭൂമിയെക്കുറിച്ച് തർക്കം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ വലിയ ഗവൺമെൻറ് മന്ദിരങ്ങളെക്കുറിച്ച്, സർക്കാർ ഓഫീസുകൾ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് പൊതുസ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വഖഫാണെന്ന വാദം പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. കേരളത്തിൽ അത്തരം വാദങ്ങൾ കുറവാണെന്നുള്ളൂ, പക്ഷേ കേരളത്തിലുമുണ്ട്. ഇപ്പോൾ സർ സെയ്ദ് കോളേജിൻ്റെ ഭൂമിയെക്കുറിച്ച്, കോളേജ് ഹോസ്റ്റൽ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് തർക്കമുണ്ട്. അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് സ്വത്താണ് എന്ന് തർക്കം വന്നാൽ, ആ തർക്കം ആരെങ്കിലും ഒരാൾ രേഖാമൂലം വഖഫ് ബോർഡിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ അറിയിച്ച നിമിഷം മുതൽ വഖഫ് ബോർഡായി അത് വഖഫ് സ്വത്തായി തീരുന്നു. ഏതുവരെ? തർക്കം തീരുന്നത് വരെ. തീർന്നു കഴിഞ്ഞാൽ വഖഫിൻ്റേതാണെന്ന് തീരുമാനിച്ചാൽ വഖഫിന്, അല്ലെങ്കിൽ ആ തർക്കം തീർന്നു കഴിയുമ്പോൾ അല്ല എന്ന് തീരുമാനിച്ചാൽ അത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കിട്ടും. അതേസമയത്ത് തർക്കം ഉന്നയിച്ചാൽ ഉടനെ അത് വഖഫായി തീരും എന്നൊരു ക്ലോസ് ഉണ്ട് ഇതിൽ. അത് സ്റ്റേ ചെയ്യേണ്ടതാണ്, യാതൊരു തർക്കമില്ല. ഒരു തർക്കം തീരുമാനമാകണമല്ലോ. തർക്കം ഉന്നയിക്കുന്ന നിമിഷം മുതൽ എങ്ങനെ വഖഫ്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സത്യത്തിൽ വഖഫ്, ഈ വാക്കിഫുകൾക്ക്, വഖഫിൻ്റെ പേരിൽ, വഖഫ് സ്വത്തിൻ്റെ പേരിൽ അന്യായമായ തർക്കമുണ്ടാക്കാൻ വഖഫ് ബോർഡുകൾക്ക് അവകാശം നൽകുന്ന ഒരു ക്ലോസാണ്. അതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതും വേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആവശ്യമില്ലാത്തതാണത്.
ഒരു വഖഫ് സംബന്ധമായ തർക്കത്തിന്റെ സ്വഭാവം അറിയാലോ, വർഷങ്ങൾ നീണ്ടു നിൽക്കും. എത്രയോ വർഷങ്ങളാണ്. മുനമ്പം കേസ് തുടങ്ങിയിട്ട് കാലം എത്രയായി? പതിറ്റാണ്ടുകളായി. അപ്പോൾ അതുപോലെ തർക്കം തീരുന്നത് വരെ അത് വഖഫ് ബോർഡിൻ്റെതാണ് എന്നല്ലല്ലോ വെക്കേണ്ടത്. വേണമെങ്കിൽ സ്റ്റാറ്റസ് കോ നിലനിർത്താം. സ്വകാര്യ വ്യക്തിയുടേതാണ്, സർക്കാരിൻ്റെതാണ്, ക്ഷേത്രങ്ങളുടേതാണ്, ആരുടെ കയ്യിലാണോ ഉള്ളത് തർക്കം തീരുന്നത് വരെ അവരുടെ കയ്യിലല്ലേ ഇരിക്കേണ്ടത്. അതിന് പകരം തർക്കം ഉന്നയിച്ച അന്ന് മുതൽ വഖഫ് ബോർഡിന്റെ പരിഗണനയിലാവണം എന്ന് പറയാൻ പാടില്ലല്ലോ. അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ന്യായമായും സ്റ്റേ ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് തോന്നും. മൂന്നാമത്തെ ക്ലോസ് സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് സ്വത്തിൽ തർക്കം വന്നാൽ അത് തീരുമാനിക്കാനുള്ള അവകാശം പ്രാദേശിക റവന്യൂ അധികാരി എന്ന നിലയിൽ ജില്ലാ കലക്ടർക്കാണ് എന്ന് ഈ ക്ലോസിൽ ബില്ലിൽ പറയുന്നുണ്ട്. അത് പാടില്ല എന്ന് റദ്ദാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വഖഫ് സ്വത്തിൻ്റെ തർക്കം വന്നാൽ അതിൽ അന്തിമമായ തീരുമാനമെടുക്കാനുള്ള അവകാശം കലക്ടർക്ക് മാത്രമായിക്കൂടാ. കലക്ടർക്ക് കൂടി സ്റ്റേ ഉള്ള, റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി സ്റ്റേ ഉള്ള, ജില്ലാ കോടതിയുടെ അധികാരമുള്ള ഒരു ബോർഡാണല്ലോ ഈ വഖഫ് കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കോടതിക്കല്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായി വഖഫ് സ്വത്തിന്മേൽ തീരുമാനമെടുക്കാൻ പാടില്ല, തർക്കത്തിൽ പരിഹരിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ അത് നമ്മൾ നിലവിലുള്ള ബില്ലിൽ അതാകാമായിരുന്നു. തർക്കം തീർക്കാനുള്ള അധികാരം റവന്യൂ അധികാരിയായ ജില്ലാ കലക്ടർക്ക് എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്തിമമല്ല. അക്കാര്യത്തിൽ ഇനി ഗവൺമെൻറ്റിന് പറയാനുള്ളത് കേൾക്കാം. ബന്ധപ്പെട്ട കക്ഷികൾക്കൊക്കെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കാം. അതാണ് ഒന്ന്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ അമുസ്ലിങ്ങളുടെ പങ്കാളിത്തമാണ്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ വേണം എന്ന് പുതിയ ക്ലോസിൽ പറയുന്നുണ്ട്. അമുസ്ലിങ്ങൾ വേണമെന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും വഖഫ് ബോർഡിനകത്ത് വഖഫ് സ്വത്തുക്കൾ തമ്മിൽ തർക്കം നടക്കുന്നത് മതസംഘടനകൾ തമ്മിലാണ്. ചേരി തിരിഞ്ഞിട്ട് പലപ്പോഴും തർക്കാറുണ്ട്. വഖഫ് ബോർഡിലെ അംഗങ്ങൾ പലപ്പോഴും മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികളാവും. മുസ്ലിം സംഘടനകളാകട്ടെ അത് പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുത്താൽ സ്വത്ത് വഖഫ് ചെയ്തതിൽ മഹാഭൂരിപക്ഷവും സുന്നികളാണ്. എന്നാൽ വഖഫ് ബോർഡിൽ ഭൂരിപക്ഷം വരുന്ന എപ്പോഴും മുജാഹിദുകളാണ്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇവർ തമ്മിലുള്ള തർക്കം തീർക്കാൻ വഖഫ് ബോർഡിൽ എപ്പോഴും അമുസ്ലിങ്ങൾ ഉള്ളത് നല്ലതാണ്. അത് എടുത്തു കളഞ്ഞിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ വ്യവസ്ഥ വേണം. 3 അംഗങ്ങളിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരാൻ പാടില്ല. എന്നുവെച്ചാൽ വഖഫ് സ്വത്ത് തീർച്ചയായിട്ടും മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, മുസ്ലിം സമുദായവുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണല്ലോ. ആ തർക്കത്തിൽ ഒരു മധ്യസ്ഥനാവാം, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആവാം പരമാവധി. ഭൂരിപക്ഷം വരാൻ പാടില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ. 10 പേരോ 12 പേരോ ആണ് വഖഫ് ബോർഡിൽ ഉണ്ടാവുക. അതിൽ 3-ൽ കൂടുതൽ അംഗങ്ങൾ വരാൻ പാടില്ല. ഏതിൽ? സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ. സെൻട്രൽ വഖഫ് കൗൺസിൽ എന്നാണ് പറയുക. ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷൻ അവിടെ ഉണ്ടല്ലോ. സെൻട്രൽ വഖഫ് ബോർഡ്, വഖഫ് കൗൺസിൽ, അവിടെ 4 വരെ ആകാം. ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 3-ൽ കൂടുതൽ പാടില്ല എന്ന വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. സെൻട്രൽ വഖഫ് കൗൺസിൽ 4-ൽ കൂടാനും പാടില്ല എന്ന വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇത്രയും വകുപ്പുകളാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തതായിട്ട് പ്രാഥമികമായ വാർത്തകളിൽ നിന്ന്, ഇപ്പോഴത്തെ ആദ്യത്തെ ഏറ്റവും ചൂടോടെ നമ്മൾ അറിയുന്ന വാർത്തകളിൽ നിന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അത് ഇനിയും ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടി എന്നൊന്നും പറയാൻ മാത്രമില്ല. അത് ഇതിൻ്റെ ഈ ബില്ലിൻ്റെ മർമ്മത്തൊന്നും കൊള്ളുന്നതല്ല. വിശദാംശങ്ങളിൽ വേണമെങ്കിൽ വകവെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇടപെട്ടു എന്നതുകൊണ്ട് വഖഫ് ബില്ലിനെ കാര്യമായി ഒന്നും ബാധിക്കുന്നതല്ല. വഖഫ് ബില്ലിൻ്റെ താല്പര്യത്തെ, അതിൻ്റെ സത്തയെ ബാധിക്കുന്നതല്ല. എന്നാൽ നമ്മൾ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ കാത്തിരുന്ന ഒരു വകുപ്പുണ്ട്. 2A വകുപ്പ്. 2A വകുപ്പാണ് മുനമ്പക്കാരുടെ പ്രതീക്ഷ. 2A വകുപ്പിന് പലതരത്തിലുള്ള പ്രത്യേകതയാണ്. 2A വകുപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൻ്റെ പ്രാഥമിക ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല. PACക്ക് വിട്ടല്ലോ, പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിക്ക് വിട്ടു. കമ്മിറ്റിക്ക് വിട്ടപ്പോൾ അതിനകത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു ഭേദഗതിയാണ്. ആ ഭേദഗതി വന്നത് ഇവിടുന്നൊന്നുമല്ല. കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ വഖഫ് ബോർഡോ ബന്ധപ്പെട്ട സംഘടനകളോ ഗവൺമെൻറ്റോ ആരുമല്ല ഭേദഗതി കൊണ്ടുവന്നത്. മഹാരാഷ്ട്രയിലെ ഈ ചർച്ചയ്ക്കിടയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഈ ഒരു PAC അംഗം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെതായി ചേർത്തതാണ്. എന്താ ബില്ലെന്നറിയോ? 2A വകുപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു വഖഫ് സ്വത്ത് വഖഫ് ചെയ്തത് വ്യക്തിയാണെങ്കിലേ വഖഫ് ബോർഡും വഖഫ് നിയമങ്ങളും ബാധകമാകൂ. വ്യക്തിയല്ല, ഒരു ട്രസ്റ്റാണ്, ഒരു സൊസൈറ്റിയാണ്, ട്രസ്റ്റാണ് സ്വത്ത് ദാനം ചെയ്തതെങ്കിൽ അത് വഖഫ് സ്വത്തല്ല, ഗിഫ്റ്റാണ്. മുനമ്പക്കാർക്ക് രക്ഷപ്പെടാൻ അത് മതി. പക്ഷെ അത്ഭുതകരമായൊരു കാര്യം ഓർക്കണം. വഖഫിൻ്റെ 1ാമത്തെ ഡ്രാഫ്റ്റ് വന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ മുനമ്പക്കാരെ രക്ഷിക്കാനുള്ള എല്ലാ വകുപ്പും അതിനകത്തുണ്ട്. അത് ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
PSCക്ക് വിട്ടപ്പോൾ നമ്മളൊക്കെ പറഞ്ഞത് എന്താ, ഇത് അനാവശ്യമായി കാലതാമസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് PSCക്ക് വിട്ടത്. എത്ര കാലം വെറുതെ കൊണ്ടു നടന്നു. PSCക്ക് വിട്ടതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല. PSCക്ക് വിട്ടതുകൊണ്ട് മാത്രമാണ് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ ഒരു കാര്യം, മുനമ്പത്തുകാരെ രക്ഷിക്കാനുള്ള ഈ 2A ക്ലോസ് കൊടുത്തത് കേരളമല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല, കോൺഗ്രസും അല്ല, BJPയും അല്ല, ആരുമല്ല. അത് കൊടുത്തതാരാണ്? മഹാരാഷ്ട്രയിലെ ഒരു അജ്ഞാതനായ ഒരു സഹോദരൻ എന്ന് വേണം പറയാൻ. അദ്ദേഹം കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2A നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള, മുനമ്പം ഭൂമി വഖഫ് സ്വത്തല്ല എന്ന് ഇപ്പോൾ ഈ ബില്ല് പാസ്സായി വന്നാൽ, സുപ്രീം കോടതി അന്തിമമായത് പാസ്സാക്കി വിട്ടാൽ, അനുമതി കൊടുത്തുകൊണ്ട് പാസ്സാക്കി വിട്ടാൽ, സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്ന് വിട്ടാൽ, പിന്നെ വേണ്ടത് സർക്കാർ അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുകയാണ്. സർക്കാരിൻ്റെ റൂൾസ് മാത്രം മതി മുനമ്പം രക്ഷപ്പെടാൻ. മുനമ്പത്തിന് പിന്നെ വഖഫ് ബോർഡിന് ഒരു അവകാശവും മുനമ്പത്തിന് ഉണ്ടാവില്ല. നാട്ടുകാർ പതിറ്റാണ്ടുകളായിട്ട് കൈവശം വെച്ച് അനന്തരമായി അവകാശപ്പെട്ടു പോകുന്ന അത് വില കൊടുത്ത് വാങ്ങിയ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തപ്പോഴാണല്ലോ മുനമ്പം ഇഷ്യൂ ഉണ്ടാകുന്നത്. അവർക്ക് അവകാശമില്ല എന്ന് സ്ഥാപിക്കപ്പെടും. നമുക്ക് പോസിറ്റീവായ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെച്ചുകൊണ്ട് 4 ക്ലോസുകൾ, 4 താരതമ്യേന വേണമെങ്കിൽ അത് പരാതിക്കാർക്ക്, അവരുടെ ഹർജിക്കാർക്ക് അവർ ആഘോഷിക്കാം എന്നൊക്കെ, വിജയിച്ചിരിക്കും എന്നൊക്കെ പറയാം. പക്ഷെ താരതമ്യേന ഈ ബില്ലിൻ്റെ ഒരു സത്ത നോക്കുമ്പോൾ അപ്രധാനമായ 4 ക്ലോസുകൾ, അപ്രധാനമെന്ന് നമുക്ക് പറയാവുന്ന ക്ലോസുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയാമെങ്കിലും, കേരളത്തിലെ ഏറ്റവും ചൂടുള്ള പ്രശ്നം, മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വഖഫ് നിയമത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നത് മുനമ്പത്തുകാർക്ക് നീതി കിട്ടാനാണ്. നീതി കിട്ടാനുള്ള വകുപ്പ് സ്റ്റേ ചെയ്തിട്ടില്ല. അതുണ്ട് എന്ന കൂടി നമുക്ക് പോസിറ്റീവായിട്ട് കാണണം. പിന്നെ അതിൻ്റെ കൂടെ ഓർക്കാവുന്നത്, അങ്ങനെയാണെങ്കിൽ 2A ക്ലോസ് കൊണ്ട് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടാൽ അതിലിവിടുത്തെ ഒരാൾക്കും ഒരു പങ്കുമില്ല, ഒരു പാർട്ടിക്കും ഒരു പങ്കുമില്ല, ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും കേന്ദ്രത്തിലെ ഭരണകക്ഷിക്കും ഒന്നും പങ്കില്ലാത്ത വിധം. എന്നാൽ ഈ ബില്ലിൽ മഹാരാഷ്ട്രയിൽ നിന്നൊരു ക്ലോസ് വന്നതുകൊണ്ട്, PSCയുടെ പരിഗണനയിൽ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും പറയാം. എന്തായാലും മുനമ്പത്തുകാർക്ക് ആശ്വാസമുണ്ട് എന്നത് നമ്മുടെയൊക്കെ ആശ്വാസം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.